എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രകൃതി പഠനമാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്രസ്ട്രോയുടെ വാട്ടർ കളറും ഒപ്പം ക്യാമലിൻ്റെ വാട്ടർ കളർ കേക്ക്സും ഉപയോഗിക്കുന്നുണ്ട്. അനുപം കമ്പനിയുടെ ഒരു വാട്ടർ കളർ പാഡാണ് ചിത്രം വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് പകരം പെട്ടെന്ന് കിട്ടിയത് കാടി വെള്ളമായിരുന്നു. അതുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ്. ആദ്യം ഒരു ക്വിക്ക് സ്കെച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് വളരെ നേർത്ത ഒരു ഇളം നീല നിറം കൊണ്ട് ഫില്ല് ചെയ്യുകയാണ്. ഇവിടെ വന്നപ്പോഴേ ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ചുമന്ന നിറത്തിലുള്ള ചെമ്പക പൂക്കൾ ഇങ്ങനെ ഒരു ഭാഗത്ത് വിടർന്നു നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ആദ്യ ദിവസം തന്നെ ഇതൊന്ന് വരയ്ക്കണം എന്ന് വിചാരിച്ചു. ഇന്നാണ് സമയം കിട്ടിയത്. ചിത്രത്തിൻ്റെ പിൻഭാഗത്ത്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് ആ ചെമ്പകപ്പൂക്കൾ. ഇതിന് ചെമ്പകം എന്ന് തന്നെയാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിന് ശരിക്കും ഈഴചെമ്പകം എവിടെയോ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്തെ മ്യൂസിയം കോമ്പൗണ്ടിലൊക്കെ ധാരാളം പല നിറത്തിലുള്ള ചെമ്പക പൂക്കളുണ്ട്. ശരിക്കുള്ളൊരു ചെമ്പകം കോഴിക്കോട് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. നല്ല മണമൊക്കെ ഉള്ള, അതിന് വേറൊരു ഗന്ധമാണ്. അതാണ് ശരിക്കും ചെമ്പകം എന്നറിയപ്പെടുന്നത്. ഇതിന് ഈഴചെമ്പകം എന്നാണ് വിളിക്കാറുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ചെയ്യുകയാണ്. പണ്ട് ക്വാർട്ടേഴ്സിലായിരുന്നപ്പോൾ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലേക്ക്, ഇന്നത്തെ സാങ്കേതിക മ്യൂസിയം, അന്നത് ടെലിഫോണിൻ്റെ ഒരു പിയാൻഡിയുടെ ഒരു ഓഫീസായിരുന്നു. അന്ന് കുട്ടിക്കാലത്ത് കളിക്കാനൊക്കെ പോകുന്നത് ഈ പിയാൻഡിയുടെ ഓഫീസിൻ്റെ ക്യാമ്പസിലായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലൊരു മഞ്ഞ നിറത്തിലുള്ള, വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള ഒരു ചെമ്പകം നിന്നിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ധാരാളം ശിഖരങ്ങളുള്ളതുകൊണ്ട് അതിലൊക്കെ കയറാനും ഒക്കെ കുട്ടികൾക്ക് വളരെ കൗതുകമായിരുന്നു. ചെമ്പകവും കുറേ കാട് പിടിച്ച സ്ഥലങ്ങളായിരുന്നു. മഞ്ചാടി മരങ്ങളും മൈലാഞ്ചിയും ഒക്കെ കൂടിയൊരു വളരെ മനോഹരമായിട്ടെന്നാൽ അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു ഭാഗമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ബാല്യം അവിടെയായിരുന്നു ചിലവഴിച്ചിരുന്നു. അപ്പോൾ ഈ ചെമ്പകമരം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്നും അതിൻ്റെ ചുവട്ടിൽ കൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതുമെല്ലാം. ഇത് നല്ലൊരു മണമാണ് ഈ പൂവിനുള്ളത്. അതുപോലെ ഇത് വെച്ചിട്ട് ഇങ്ങനൊരു ഈർക്കലിലോ വല്ലതും ഇതിങ്ങനെ കോർത്ത് വെച്ചിട്ട് കാറ്റത്ത് അതൊരു പമ്പരം പോലെ, ഒരു കാറ്റാടി പോലെ അതിങ്ങനെ കറങ്ങുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ മരത്തിൻ്റെ കൊമ്പും ഭയങ്കര രസമുള്ള കൊമ്പുകളാണ്. ഇതിങ്ങനെ ഓരോ പശുവിൻ്റെയൊക്കെ രൂപത്തിൽ, ആടിൻ്റെ ചെറിയ കൊമ്പാണെങ്കിൽ ഒരു ആടാണെന്ന് തോന്നും, വലുതാണെങ്കിൽ അതിന് 4 കാലും വാലും തലയും ഒക്കെ ഉള്ള രീതിയിലൊക്കെ ഇതിൻ്റെ കൊമ്പ് ഒടിഞ്ഞൊക്കെ വീഴുമ്പോൾ അത് നമ്മൾ പറക്കി എടുത്തിട്ട് അതിനിങ്ങനെ കയറൊക്കെ കെട്ടി വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്തെ ഓരോ വിനോദങ്ങൾ. ഞാനിതിനകത്ത് കാലിഗ്രാഫി ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സാധാരണ സിന്തറ്റിക് ബ്രഷ്, ഇപ്പോൾ സേബിൾ ബ്രഷ് കിട്ടാനില്ല, സിന്തറ്റിക് ബ്രഷ് ഉപയോഗിച്ചാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഒരു പെൻ ബ്രഷും, വളരെ ഫൈൻ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി ഒരു പെൻ ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ചിത്രത്തിൻ്റെ ശിഖരങ്ങളെല്ലാം, ചെമ്പകത്തിൻ്റെ ശിഖരങ്ങളെല്ലാം തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം പൂക്കൾ വരയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. നിലാവുള്ള രാത്രികളിൽ ഈ ചെമ്പകത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അതിന് കുറച്ചകലെ നിന്നിട്ട്
പിന്നിൽ ഈ മരങ്ങളുടെ ശിഖരങ്ങളും അതിൻ്റെ പിന്നിൽ ചന്ദ്രനും ഒക്കെ ആയിട്ടുള്ള ഒരു ദൃശ്യം കാണുന്നത് പണ്ടത്തെ വളരെ നല്ല ഒരു ഓർമ്മയായിരുന്നു. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മൂഡാണത് ക്രിയേറ്റ് ചെയ്യുന്നത്. അന്നത്തെ കാലത്തൊരു പാട്ടുണ്ടായിരുന്നു ഇതുപോലെ, ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പാട്ടും ആ കാഴ്ചകളും അതെല്ലാം പണ്ടത്തെ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകൾ നിലനിർത്തുന്നുണ്ട്. ജലച്ചായത്തിൽ ചെയ്ത ഒരു പ്രകൃതി പഠനം ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.